മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം. ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. 57-ാം സങ്കീർത്തനം 11-ാം തിരുവചനം ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുകയാണ്. ദൈവമേ, അങ്ങ് ആകാശത്തിനുമേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ. സങ്കീർത്തകന്റെ മനോഹരമായ പ്രാർത്ഥനയാണിത്. കർത്താവേ, അങ്ങയുടെ മഹത്വം ഭൂമി മുഴുവൻ നിറയട്ടെ. മഹത്വത്തിൻ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന അത്ഭുതത്തിന്റെ മണിക്കൂറുകളാണിത്. ഒരു നിമിഷം നമ്മളെല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വരണമേ. വിശ്വാസ സത്യങ്ങളാൽ ഞങ്ങളെ കത്തി ജ്വലിപ്പിക്കണമേ. ലോകത്തിന്റെ മേൽ, സഭയുടെ മേൽ പരിശുദ്ധാത്മാവേ ആഞ്ഞു വീശണമേ. കാലത്തിന് അടയാളങ്ങൾ തിരിച്ചറിയുവാനുള്ള ജ്ഞാനം നൽകണമേ, കൃപ നൽകണമേ, അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ. വളരെ വലിയ ആനന്ദത്തോടെ ഇരുവശങ്ങളിലേക്ക് കരങ്ങളടിച്ച് കുടുംബമായി മാതാപിതാക്കൾ, മക്കൾ ഒരുമിച്ച് പാടുകേ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ, മദ്യവാനിൽ വെളിപ്പെടുവാൻ, കാലം അസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. എല്ലാവരും യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ, മദ്യവാനിൽ വെളിപ്പെടുവാൻ, കാലം ആസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കരങ്ങൾ ഉയർത്തി അടിച്ച് ചേരും നാം വേഗത്തിൽ ഇമ്പവീടതിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. വിശ്വാസം കണ്ടുകൊണ്ട് പാടി കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. യുദ്ധങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ നീ അസ്വസ്ഥപ്പെടണ്ട. യേശുവരാൻ കാലമായി പരസ്പരം നോക്കി പുഞ്ചിരിച്ച് ചേർന്ന് പാടുക എല്ലാവരും. ചേരും നാം വേഗത്തിൽ ഇമ്പവീടതിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. പറഞ്ഞു പാടാം പരസ്പരം. ഒന്ന് പങ്കുവെച്ച് വട്ടം കറങ്ങി, ഒന്ന് വട്ടം കറങ്ങി എല്ലാവരും നോക്കി. അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവീടതിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ഇരുകരങ്ങളും കർത്താവിന്റെ മഹത്വത്തിന്റെ സാന്നിധ്യത്തിന് മുമ്പിൽ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കേ. അനേകമായിരങ്ങളെ കർത്താവ് അഭിഷേകം ചെയ്യുന്ന സമയമാണ്. 10,000ങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പുത്തൻ അഭിഷേകം ഒഴുക്കുന്ന സമയമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഈ സ്തുതി ആരാധനയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങളുടെ മേൽ അങ്ങയുടെ മഹത്വത്തിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. 10,000ങ്ങൾ ആത്മാവിൽ നിറയട്ടെ. മാറാ രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. വേദനിച്ചിരിക്കുന്നവർ, തകർന്നിരിക്കുന്നവർ, ദുഃഖിച്ചിരിക്കുന്നവർ, മനോഭാരത്തിലും മടുപ്പിലും ജീവിതത്തിൽ നിരാശ അനുഭവിക്കുന്ന ആയിരങ്ങളിലേക്ക് കർത്താവിന്റെ ശക്തി കടന്നു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അനേകം ആയിരങ്ങൾ ഉണർത്തണമേ. ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, പാപികളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി മുട്ടുമടക്കി കൈവിരിച്ച് പ്രാർത്ഥിക്കാനുള്ള ആത്മീയ ദർശനം ജനലക്ഷങ്ങൾക്ക് പരിശുദ്ധാത്മാവെ പകർന്നു കൊടുക്കണമേ. ഹബല 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 ഹബല. അതിന് വിരുദ്ധമായ സാത്താനാധിപത്യങ്ങള്, സാത്താനി മുഖങ്ങള്, തിന്മയുടെ
അന്ധകാര അധികാര പോരുകള് നിർവീര്യമാകട്ടെ. യേശു ക്രിസ്തുവിന്റെ പാപ പരിഹാര ബലിയുടെ അനന്തമായ യോഗ്യതകളാൽ ലോക ജനത വിശുദ്ധീകരിക്കപ്പെടട്ടെ. റിലീസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 10,000 സമയം വചനമയച്ച് നവീകരിക്കണമേ, വചനമയച്ച് സൗഖ്യമാക്കണമേ, വചനമയച്ച് അനുതാപത്തിലേക്ക് നയിക്കണമേ. കർത്താവിന്റെ സുവിശേഷത്തിന്റെ സത്യവചനങ്ങളെ ഗ്രഹിക്കുവാൻ 10,000 ഹൃദയങ്ങളെ തുറക്കണമേ. എഫാഥ തുറക്കപ്പെടട്ടെ. സകല വ്യക്തികളും പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. ബ്ലെസ്, ബ്ലെസ്, ബ്ലെസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കാലത്തിന് അടയാളങ്ങളെ തിരിച്ചറിയുവാൻ, ഞങ്ങൾ സ്വർഗീയ ജ്ഞാനമുള്ളവരാകുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, പുതുവർഷത്തിന്റെ ആരംഭത്തിൽ നമ്മളെല്ലാവരും ആയിരിക്കുകയാണ്. ഈ വർഷത്തിൽ കർത്താവിനോട് കൂടെ നടക്കുവാനുള്ള ഉറച്ച തീരുമാനത്തോടെ ദൈവവചനത്തിന്റെ മുൻപിൽ തുറവയോടെ നമുക്കായിരിക്കാം. യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെ അറിയിക്കുന്ന അടയാളങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചകളിലൂടെ കർത്താവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസ ത്യാഗത്തെ കുറിച്ചാണ്. കർത്താവായ ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെ വിളിച്ചറിയിക്കുന്ന അടയാളങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു അടയാളമാണ് വിശ്വാസത്യാഗം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 10-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദേശിക്കുകയും ചെയ്യും. നമ്മുടെ ജീവിതങ്ങൾക്കാണ് ഈ വചനം ദൈവത്തിന്റെ ആത്മാവ് പകർന്നു നൽകുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും എത്തി നിൽക്കുകയാ. പ്രിയ സഹോദര സഹോദരി, എന്താണ് ഈ കാലഘട്ടത്തിന്റെ സവിശേഷത? കർത്താവായ യേശു വീണ്ടും പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഇതൊരു ചോദ്യമാണ്. കർത്താവ് ചോദിക്കുക, ഞാൻ വീണ്ടും ഈ ഭൂമിയിലോട്ട് വരുമ്പോൾ ഇവിടെ വിശ്വാസം കണ്ടെത്തുമോ? ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ ലോകത്തിന്റെ തിന്മ? ഈ കാലഘട്ടത്തിന്റെ പാപം എന്താണ്? അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ റോമായിലെ വിശ്വാസ സമൂഹത്തെ നോക്കി ഇപ്രകാരം പറഞ്ഞു. 14-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ, വിശ്വാസത്തിൽ നിന്നല്ലാതെ ഉത്ഭവിക്കുന്നത് എന്തും പാപമാണ്. വിശ്വാസത്തിൽ നിന്നല്ലാതെ ഉത്ഭവിക്കുന്നത് എന്തും പാപമാണ്. അപ്പൊ എന്താണ് പാപം? അവിശ്വാസമാണ് പാപം. ഇത് ഈശോയും പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-9 തിരുവചനങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ പഠിപ്പിക്കുന്ന സമയത്ത് കർത്താവ് പറയുകയാണ്, അവർ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തും. എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട്. പ്രിയ സഹോദര സഹോദരി, ഈ തലമുറയുടെ ഈ കാലഘട്ടത്തിന്റെ തിന്മ എന്ന് പറയുന്നത് അവിശ്വാസമാണെന്ന് കർത്താവിന്റെ സുവിശേഷം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്റെ പ്രത്യാഗമനത്തിന് മുൻപ് വിശ്വാസത്യാഗമുണ്ടാകും, അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. ഇന്ന് നമ്മളായിരിക്കുന്ന ഈ തലമുറയിൽ, ലോകത്തിൽ എന്താ നമുക്ക് കാണാൻ കഴിയുന്നത്? ദൈവ കൽപ്പനകൾക്കെതിരെ വിശ്വാസ സത്യങ്ങളെ തകർക്കുവാൻ വേണ്ടി, കർത്താവിന്റെ വചനത്തിന്റെ പ്രമാണങ്ങളെ നശിപ്പിക്കുവാൻ സാത്താൻ വളരെ തന്ത്രപൂർവം ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫാത്തിമയിൽ പരിശുദ്ധമ്മ
പ്രത്യക്ഷപ്പെട്ട 3 കുഞ്ഞുങ്ങള്, അതിൽ പ്രധാനപ്പെട്ടവളായിരുന്നു ലൂസി. ലൂസി പിന്നീട് സിസ്റ്ററായി മാറുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് സിസ്റ്റർ ലൂസി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. ലൂസി മരിക്കണേക്കാൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ അമ്മ സിസ്റ്റർ ലൂസിയോട് പറഞ്ഞു, മകളെ, വെളിപാട് 12 കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. എന്താണ് ഈ കാലഘട്ടത്തിന്റെ സവിശേഷത? വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 12-ാം വചനത്തിൽ വചനം പറയുകയാണ്, ചുരുങ്ങിയ സമയമേ തനിക്ക് അവശേഷിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കിയ പിശാചേ അരിശം പൂണ്ട് നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അരിശം പൂണ്ട പിശാചേ നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളിൽ നിന്ന്, യുവജനങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, ബഹുമാനപ്പെട്ട സമർപ്പിതരിൽ നിന്ന്, വൈദികരിൽ നിന്ന് സത്യവിശ്വാസത്തെ അപഹരിച്ചുകൊണ്ട് അനേകരെ വിശ്വാസത്യാഗികളാക്കി ഇന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളെല്ലാം സാത്താൻ തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാ. വെളിപാട് പുസ്തകം 12:17 വീണ്ടും നമുക്ക് കാണാനായിട്ട് കഴിയും. സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവ കൽപ്പനകൾ കാക്കുന്നവരും യേശുക്രിസ്തുവിനെ സാക്ഷി വഹിക്കുന്നവരുമായ അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരുടെ യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. 2 കാര്യങ്ങളാണ് ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന്, ദൈവ കൽപ്പനകൾ കാക്കുന്നവർക്കെതിരെ. 2, യേശു ക്രിസ്തുവിനെ സാക്ഷി വഹിക്കുന്നവർക്കെതിരെ ഇന്ന് പിശാച് വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുക. എത്ര കൃത്യമാണ് ഈ വചനങ്ങൾ! നമ്മൾ ഇന്ന് ഈ ലോകത്തിലേക്ക് ഇന്ന് കണ്ണോടിച്ചാൽ എന്താ കാണാൻ കഴിയുന്നത്? ദൈവ കൽപ്പനകളെ തകർക്കുവാനായി മാധ്യമങ്ങളെ ഇന്ന് പിശാച് ഉപയോഗിക്കുന്നു. ഇന്നത്തെ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. പല വിധത്തിലുള്ള പൈശാചികമായ പ്രസ്ഥാനങ്ങൾ ഇന്ന് രൂപം കൊണ്ടിട്ടുണ്ട്. ഫ്രീമേസൺ പോലെയുള്ള ചില പ്രസ്ഥാനങ്ങൾ സഭയെ തകർക്കുവാൻ, വിശ്വാസ സത്യങ്ങളെ നശിപ്പിക്കുവാൻ, കർത്താവിന്റെ സുവിശേഷത്തിന്റെ സത്യവചനങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ പരോക്ഷമായ വിധത്തിൽ ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഏതാനും നാളുകൾക്ക് മുമ്പ് സൺഡേ ഷാലോമിൽ കർത്താവിന്റെ പ്രിയപ്പെട്ട ദാസൻ ജയ്മോൻ കുമരകം അദ്ദേഹം വളരെ മനോഹരമായി ഫ്രീമേസൺ ഗ്രൂപ്പുകളെ പോലെയുള്ള പലതിനെ കുറിച്ച് ലേഖനം എഴുതിയായിരുന്നു. നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ട കാര്യങ്ങളായത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കൽപ്പനകൾ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. 10 പ്രമാണങ്ങളെ കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധനം എന്താ പഠിപ്പിക്കുന്നത്? 1962 ഖണ്ഡികയിൽ പഴയ നിയമം എന്നുള്ള സബ് ടൈറ്റിലിൽ സഭ 10 കൽപ്പനകളെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുകയാണ്. 10 പ്രമാണങ്ങൾ ദൈവത്തിന്റെ വിളിയും മാർഗങ്ങളും മനുഷ്യൻ അറിയുന്നതിനും അവനെ തിന്മയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും വേണ്ടി ഓരോ മനുഷ്യന്റെയും മനസ്സാക്ഷിക്ക് നൽകപ്പെട്ട പ്രകാശമാണ്. 10 കൽപ്പനകൾ ദൈവത്തിന്റെ വിളിയും ദൈവത്തിന്റെ മാർഗങ്ങളും നമ്മൾ ഓരോരുത്തരും വേണ്ട വിധം തിരിച്ചറിയുവാൻ നമ്മുടെ മനസ്സാക്ഷിക്ക് കർത്താവ് നൽകിയ പ്രകാശമാണ് ദൈവത്തിന്റെ കൽപ്പനകൾ. ഇന്ന് ഈ കൽപ്പനകൾക്കെതിരെയല്ലേ പിശാച് പോരാട്ടം നടത്തുന്നത്? 1-ാം കൽപ്പന നമുക്കൊക്കെ അറിയാം, കർത്താവല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്. ഇന്ന് ആ പ്രമാണത്തെ ചവിട്ടിക്കളയുന്ന വിധത്തിൽ ലൗകികതയെയും ഭൗതികതയെയും വ്യാജ ആരാധനകളെയും ലോക വസ്തുക്കളെയും ദൈവത്തിന്റെ സ്ഥാനത്ത് തിന്മ എന്ന് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. 2-ാം കൽപ്പന നമുക്കറിയാം, കർത്താവിന്റെ തിരുനാമം വെറുതെ പ്രയോഗിക്കരുത്. ഞാൻ വേദനയോടുകൂടി നിങ്ങളോട് പങ്കുവെക്കുകയാ. കർത്താവിന്റെ തിരുനാമത്തെ ദുഷിപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളെന്ന് സംഭവിക്കണേ. മദ്യം പോലെയുള്ള ചില മ്ലേച്ഛകരമായ വസ്തുവകൾക്ക് കർത്താവിന്റെ നാമമാണ് ഉപയോഗിക്കുന്നത്. യേശുവിന്റെ ദൈവത്വത്തെ അവഹേളിക്കുന്ന വിധത്തിലുള്ള സിനിമകള്, ചിത്രീകരണങ്ങള്, കർത്താവിന്റെ നാമത്തെ ദുഷിപ്പിക്കുന്ന വിധത്തിലുള്ള സിനിമകൾ എന്തിന് കേരളത്തിലും കാണാൻ പറ്റും. എന്തൊക്കെ പേരുകളിലാണ് ഇന്ന് സിനിമകൾ. ഇതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുക. ഈ ന്യൂ ജനറേഷന്റെ ഒരു ആവേശമായി ഇത് മാറിക്കൊണ്ടിരിക്കുക.
ഇതൊന്നും അവിചാരിതമല്ല. ഇതിന്റെ എല്ലാം പുറകിൽ സാത്താന്റെ തന്ത്രപരമായ പ്രവൃത്തികൾ നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഇത് ഒരു കൽപ്പനയാണ് ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഞായറാഴ്ച ദിവസം അത് ആഴ്ചയുടെ അവസാനമായി മാറുകയും എല്ലാവിധത്തിലുള്ള എന്റർടൈൻമെന്റ്സിനും, വിനോദങ്ങൾക്കും, ഉല്ലാസങ്ങൾക്കും, മത്സരങ്ങൾക്കും, കായിക വിനോദങ്ങൾക്കുമുള്ള ഒരു ദിവസമാക്കി അതിനെ തരം താഴ്ത്തി കഴിഞ്ഞു. എത്ര പേര് ഞായറാഴ്ച കർത്താവിന്റെ ദിനമായി അത് പരിശുദ്ധമായി ആചരിക്കുന്നുണ്ട്. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്ന ദൈവിക കൽപ്പനകൾ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുക. കുടുംബം ഉണ്ടായിട്ട് വേണ്ടേ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത്? സ്വന്തം വർഗത്തിൽപ്പെട്ടവരെ വിവാഹം കഴിക്കാനുള്ള നിയമങ്ങൾ ഇന്ന് പല ലോക രാജ്യങ്ങളിലും പാസ്സായിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീക്ക് സ്ത്രീ വിവാഹം കഴിക്കാം, പുരുഷന് പുരുഷന് വിവാഹം കഴിക്കാം. ഇങ്ങനെ വിവാഹിതനായാൽ പിന്നെ എവിടെയാണ് കുടുംബ സംവിധാനം? ദൈവം യോജിപ്പിച്ച, ദൈവം സംവിധാനം ചെയ്ത ആ കുടുംബം എന്ന മഹാപദ്ധതിയെ ഇന്ന് പിശാച് തകർക്ക് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ കാണാം, അവിടെയുള്ള സർട്ടിഫിക്കറ്റുകളിൽ ഫാദേഴ്സ് നെയിം മദേഴ്സ് നെയിം എന്നല്ല, പേരന്റ് 1 പേരന്റ് 2. കാരണം അപ്പൻ അമ്മ എന്ന് പറയുന്നത് ചിലപ്പോൾ സ്ത്രീകളായിരിക്കും, ചിലപ്പോൾ പുരുഷന്മാരായിരിക്കും. കൊല്ലരുത് എന്ന ദൈവ കൽപ്പനയ്ക്കെതിരെ ഭ്രൂണഹത്യ അനേക ലോകരാജ്യങ്ങളിൽ പാസ്സായി കഴിഞ്ഞു. ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഓരോ ദിവസവും ഉദരത്തിൽ വെച്ച് കൊല ചെയ്യപ്പെടുന്നത്. വ്യഭിചാരം ചെയ്യരുത്. എല്ലാവിധത്തിലുള്ള അശുദ്ധികളെയും ന്യായീകരിക്കുകയും ഉയർത്തിക്കാണിക്കുന്ന പൈശാചികമായ പ്രവണതകൾ എങ്ങും ഉയർന്നു വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ തൻ്റെ സഭാഭരണ കാലത്ത് വിശ്വാസ വർഷത്തുള്ള ബന്ധത്തിൽ പുറപ്പെടുവിച്ച മനോഹരമായ ഒരു അപ്പോസ്തലിക ലേഖനമുണ്ട്. മലയാളത്തിൽ വിശ്വാസത്തിൻ്റെ വാതിൽ എന്ന് പറയും. ഈ അപ്പോസ്തലിക ലേഖനത്തിൽ ബെനഡിക്ട് 16 മാർപ്പാപ്പ ആഗോള സഭയോട് പറയുകയാണ്, ഇന്ന് സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വിശ്വാസികളിലുള്ള വിശ്വാസരാഹിത്യമാണ്. പേര് വിശ്വാസി, ഇല്ലാത്തതോ വിശ്വാസം മാത്രം. ഇത് നമ്മുടെ അനുഭവമാണെന്ന് എന്നെ ഒരുപാട് ഞെട്ടിപ്പിച്ച, ഒപ്പം വേദനിപ്പിക്കുകയും ചെയ്ത സംഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഏതാനും നാളുകൾക്ക് മുൻപ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ശുശ്രൂഷയ്ക്ക് ഞാൻ കടന്നു ചെന്നു. ആ കുഞ്ഞുങ്ങളോട് ഞാൻ ഇപ്രകാരം ചോദിച്ചു, പരിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് മക്കളെ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു? ഈ ചോദ്യം ചോദിച്ചപ്പോൾ 80% കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് വിശ്വാസമില്ല. തിരുവോസ്തിയിൽ ദിവ്യകാരുണ്യത്തിൽ കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യം, സജീവ സാന്നിധ്യം വിശ്വസിക്കാൻ കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നില്ല. കൈപ്പൊക്കിയ പല കുഞ്ഞുങ്ങളും ഓൾട്ടർ ബോയ്സ്, അൾത്താര ബാലന്മാരാ. അൾത്താരയിൽ നിന്ന് അവർ ശുശ്രൂഷ ചെയ്യുന്നവരാ. പലരും എല്ലാ ദിവസവും പള്ളിയിലോട്ട് വരുന്നവരാ. പക്ഷെ ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിലും പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം പൂർണ്ണമായും ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതാ വിശ്വാസ ത്യാഗം. ഇത് കുഞ്ഞുങ്ങളുടെ മാത്രം ഒരു അനുഭവമല്ല. യുവജനങ്ങളും ദമ്പതികളും എന്തിന് ബഹുമാനപ്പെട്ട സമർപ്പിതരിലും വൈദികരിലും ഇതുപോലുള്ള വിശ്വാസ ത്യാഗത്തിന്റെ പ്രതിഫലനങ്ങൾ ഈ കാലയളവിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പരിശുദ്ധ കുർബാനയിൽ വിശ്വാസമില്ലാതെ വിശുദ്ധ കുർബാന അർപ്പിക്കുക, കുംഭസാരം എന്ന കുദാശയിൽ വിശ്വാസമില്ലാതെ ആ കുദാശ സ്വീകരിക്കുകയാണ്. ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം വിശ്വസിക്കാതെ എല്ലാ ദിവസവും പോയി വിശുദ്ധ കുർബാന കൈക്കൊള്ളുക, ഇതൊക്കെ ഒരു പതിവായ അനുഷ്ഠാനമായി ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് സഭയുടെ അപമാനം, സഭയുടെ പ്രതിസന്ധി ഇതാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസം 14 നവസുവിശേഷവൽക്കരണത്തിന്റെ പൊന്തിഫിക്കൽ കൗൺസിൽ, അതിന്റെ അസംബ്ലിയിൽ പങ്കെടുത്തവരെ നോക്കി ഫ്രാൻസിസ് മാർപ്പാപ്പ ശക്തമായ ഭാഷയിൽ പറഞ്ഞു, ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത് വിശ്വാസത്തോടുള്ള നിസ്സംഗതയാണ്. വിശ്വാസത്തെ ലാഘവമായി കാണുന്നു. ഈ ലോക ജീവിതത്തിൽ വിശ്വാസം അത്യാവശ്യമാണെന്ന് അധികം പേരും കണക്കാക്കുന്നില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകള്, വിശ്വാസത്തോട് നിസ്സംഗത പുലർത്തുന്നവരെ. ഇത് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 5-ാമത്തെ തിരുവചനം.
അവിടെ വചനം പറയുകയാണ്, അവർ ഭക്തിയുടെ ബാഹ്യരൂപം ധരിച്ച് അതിൻ്റെ ആന്തരിക ചൈതന്യത്തെ നിഷേധിക്കും. കാലം അതിന് അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ അവസാന നാളുകളിൽ ഭക്തിയുടെ ബാഹ്യരൂപം മാത്രം ധരിച്ച് അതിന്റെ ആന്തരിക ചൈതന്യത്തെ നിഷേധിക്കുന്ന മനുഷ്യരുണ്ടാകുമെന്ന് പൗലോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് വ്യക്തമായി മുന്നറിയിപ്പ് തരികയാ. പ്രിയ സഹോദര സഹോദരി, ഈ കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇതാണ് വിശ്വാസത്യാഗം. ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും അത് അടിപൊളിയായിട്ട് നടക്കുന്നു. എന്നാൽ എന്തുമാത്രം യഥാർത്ഥ ആധ്യാത്മികതയുടെ സമ്പന്നത സ്വീകരിക്കാൻ ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്ന എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ട്. നമ്മളൊക്കെ ഒരു മടങ്ങി വരവിന്റെ സമയത്തല്ല, നമ്മുടെ തിരുനാളുകളിൽ, നമ്മുടെ ആഘോഷങ്ങളിൽ ഇന്ന് എന്താ നടക്കുന്നത്? വേദന കൊണ്ട് പങ്കുവെക്കുക പ്രിയപ്പെട്ടവരെ. നമുക്കിതിലൊരു മാറ്റം വരണ്ടേ? നമ്മൾ തിരിച്ചു നടക്കേണ്ട സമയത്തില. കർത്താവ് കാത്തിരിക്കുക. കാരണം കാലമാസന്നമായി. ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെ വിളിച്ചറിയിക്കുന്ന അടയാളങ്ങൾ ലോകത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ, നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നുവെങ്കിൽ, നമ്മൾ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, വചനം പഠിപ്പിക്കുന്നത് പ്രവർത്തികൾ വഴി നമ്മളത് വെളിപ്പെടുത്തണം. നമ്മുടെ പ്രവർത്തികൾ കർത്താവിനെ പരിശുദ്ധമാകണം. ജോബിന്റെ പുസ്തകം 21-ാം അധ്യായം 14-ാം വചനത്തിൽ വചനം പറയുകയാണ്, അവർ ദൈവത്തോട് പറയുന്നു, ദൈവമേ ഞങ്ങളെ വിട്ടു പോവുക, നിന്റെ മാർഗങ്ങൾ അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആധുനിക മനുഷ്യൻ, ഈ പുതിയ തലമുറ ദൈവത്തെ നോക്കിക്കൊണ്ട് പറയുകയാ, ഞങ്ങളെ വിട്ടു പോവുക. ഈ ന്യൂ ജനറേഷന്റെ ഒരു മുദ്രാവാക്യമാണ് ഫ്രീഡം, സ്വാതന്ത്ര്യം. ഇന്ന് അനേകർക്ക് ദൈവം ഒരു ബാധ്യതയാണ്, ദൈവം ഒരു ശല്യമാണ്. യൂറോപ്പിലൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ വലിയ വലിയ കത്തീഡ്രൽ പള്ളികളൊക്കെ ഇന്ന് വിറ്റ് അതൊക്കെ പബ്ബുകളായി, ബാറുകളായി മാറിക്കൊണ്ടിരിക്കുക. അൾത്താരകളൊക്കെ അതുപോലെ വെച്ചിരിക്കുക. അൾത്താരയുടെ മുകളിൽ ഇരുന്ന് മദ്യപിക്കാൻ പ്രത്യേക റൈറ്റ്, അതിന് തൊട്ട് താഴെ ഇരുന്ന് കള്ളു കുടിക്കാൻ വേറെ റൈറ്റ്, ദേവാലയത്തിന് ഉള്ളിലിരുന്ന് കള്ളു കുടിക്കാൻ മറ്റൊരു റൈറ്റ്. കർത്താവിനെ അവഹേളിക്കുക, കർത്താവിന്റെ സാന്നിധ്യത്തെ പുച്ഛിക്കുക. ഇതല്ലേ വിശ്വാസത്യാഗം? ഈ വിശ്വാസത്യാഗത്തിനുള്ള ഒരു പ്രധാന കാരണം പ്രവാചകനായ ദാനിയേൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 12-ാം അധ്യായം 4-ാം വചനത്തിൽ ദാനിയേൽ പ്രവാചകനിലൂടെ ദൈവാത്മാവ് സംസാരിക്കുക, അവസാന നാളുകളിൽ അറിവ് വർദ്ധിക്കും. അറിവ് വർദ്ധിക്കും. നമുക്കറിയാം ഇന്ന് എന്തുമാത്രം ടെക്നോളജി വളർന്നു കഴിഞ്ഞു. ഇതെന്തൊക്കെ സംവിധാനങ്ങളാണ് ഈ ലോകത്തിലുള്ളത്. LKG പഠിക്കുന്ന കുട്ടിക്ക് വരെ ഫേസ്ബുക്കാണ്. ഇതിൽ കുറെ പേരൻസ് പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളോടാണ് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ പറയാം, അത് എന്ത് ബുക്കാന്ന് ചോദിക്കും. എന്നാൽ നിങ്ങൾ കൊച്ചുമക്കളോട് ചോദിക്കുക, അവർ പറയും ഫേസ്ബുക്ക് എന്താന്ന്. അത് ഈ തലമുറയുടെ പ്രത്യേകതയാണ്. കർത്താവിന്റെ വചനം പറയുക, അവസാന നാളുകളിൽ അറിവ് വർദ്ധിക്കും. പൗലോസ് പറയുന്നുണ്ട്, അറിവ് വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 8-ാം അധ്യായം 1-ാം വചനത്തിൽ ശ്ലീഹ പറയാണ്, അറിവ് വർദ്ധിക്കുമ്പോൾ അഹന്ത ജനിക്കുന്നു. അറിവ് അഹങ്കാരം ജനിപ്പിക്കുന്നു. ഈ അഹങ്കാരത്തിന്റെ വാക്കുകളാണ് ആധുനിക മനുഷ്യൻ കർത്താവിനെ നോക്കി പറയുന്നത്, ഞങ്ങളെ വിട്ടു പോ, ദൈവമേ നിന്റെ മാർഗങ്ങൾ അറിയാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. ദൈവത്തിന്റെ മാർഗങ്ങൾ അറിയാൻ ഇഷ്ടമില്ലാത്ത തലമുറ. പ്രിയ മാതാപിതാക്കളെ, മുട്ടുകുത്തി ചങ്കുപൊട്ടി കൈവിരിച്ച് നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കേണ്ട ഒരു നാളുകളിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ മക്കള് കയ്യിന്ന് പൂട്ടോ, കയ്യിന്ന് പൂ. മക്കളെ ഓർത്ത് കരയുന്ന അനേകം മാതാപിതാക്കളെ ശുശ്രൂഷയിൽ കർത്താവ് കാണുന്നുണ്ട്. ഇത് നിങ്ങൾക്കുള്ള കർത്താവിന്റെ ദൂത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ വ്യക്തമായി സഭ പഠിപ്പിക്കുന്നുണ്ട്. 675-ാമത്തെ ഖണ്ഡികയിൽ ക്രിസ്തുവിന്റെ 2-ാം വരവിന് മുൻപ് സഭ ഒരു അന്തിമ പരീക്ഷയിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. അത് പല വിശ്വാസികളുടെയും വിശ്വാസത്തെ പിടിച്ചു കുലുക്കും. എത്ര കൃത്യമാണ് കത്തോലിക്ക സഭയുടെ കാറ്റഗിസം പഠിപ്പിക്കുന്നത്. കർത്താവായ ക്രിസ്തുവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തിന് മുൻപ് സഭ
ഒരു അന്തിമ പരീക്ഷയിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ആ കാലഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് നമ്മെ വീണ്ടും ഇത് പഠിപ്പിക്കുന്നുണ്ട്. തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 2-3 തിരുവചനങ്ങളിൽ കർത്താവിൻ്റെ ദിവസം വന്നു കഴിഞ്ഞെന്ന് സൂചിപ്പിക്കുന്ന പ്രവചനത്താലോ പ്രസംഗത്താലോ തങ്ങളുടെ അവകാശപ്പെടുന്ന ലേഖനത്താലോ ആരും നിങ്ങളെ അസ്വസ്ഥരാക്കാനും ചഞ്ചലചിത്തരാക്കാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക. ആരും നിങ്ങളെ വഞ്ചിതരാക്കരുത്. തുടർന്ന് ശ്ലീഹ പറയുകയാണ്, ആ ദിവസത്തിന് മുൻപ് വിശ്വാസത്യാഗം സംഭവിക്കും. കർത്താവിന്റെ പ്രത്യാഗമനത്തിന് മുൻപ് വിശ്വാസത്യാഗം സംഭവിക്കും. പ്രിയ സഹോദര സഹോദരി, ലോകത്തിൽ അതിനടയാളങ്ങൾ ഇന്ന് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. നമ്മൾ എത്തി നിൽക്കുന്ന ഈ കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ എളിമയോടെ നമുക്കായിരിക്കാം. കാലത്തിന് അടയാളങ്ങളെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതത്തിനായി നമുക്കൊരുങ്ങാം. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അല്പമായിട്ടെങ്കിലും അനുഗ്രഹത്തിന് കാരണമാകുന്നുവെങ്കിൽ നിങ്ങൾ അനേകരോട് ഇത് പങ്കുവെക്കണം. നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെയും നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹം മാത്രമായ ഈശോയെ, അവിടുത്തേക്ക് ഞങ്ങളോടുള്ള സ്നേഹം ദിവ്യകാരുണ്യത്തിലൂടെ ഞങ്ങൾ അനുഭവിക്കുകയാണ്. ഈ ആരാധന ശുശ്രൂഷയിൽ പ്രത്യേകം നിയോഗമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത് പാപം പാപമാണെന്ന് അറിഞ്ഞിട്ടും പാപസുഖങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയാത്ത നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ്. കർത്താവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന സമയം വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ, യേശുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ പ്രവർത്തിക്കണമേ. പാപസുഖങ്ങളുടെ ബന്ധനത്തിൽ പിശാച് അടിമകളാക്കി വെച്ചിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും കർത്താവ് ഈ സമയം വചനമയച്ചങ്ങ് വിശുദ്ധീകരിക്കണമേ. ഇരു കരങ്ങളും ഉയർത്തി കർത്താവ് പകരുന്ന അഭിഷേകം സ്വീകരിച്ച് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചോ. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുക. ഇത് അനേകം ജീവിതങ്ങളിൽ കർത്താവിന്റെ അത്ഭുതകരമായ കൃപ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി യേശുവിനെ വിളിക്കുന്നു. യേശുവേ, യേശുവേ ഞങ്ങളുടെ വേദനകളിലേക്ക്, ദുഃഖങ്ങളിലേക്ക്, നൊമ്പരങ്ങളിലേക്ക്, പരാജയങ്ങളിലേക്ക്, തകർച്ചകളിലേക്ക് അങ്ങ് കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപസുഖങ്ങൾ വിട്ടുമാറട്ടെ. ലൗകികതകൾ, മ്ലേച്ഛതകൾ, ലോകത്തിന്റെ ഭോഗേച്ഛകൾ, ജഡിക സുഖങ്ങൾ, ദുർവൃത്തികൾ, വ്യഭിചാരാസക്തികളെല്ലാം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിർവീര്യമാകട്ടെ. അശുദ്ധിയുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. 10,000-ങ്ങൾ, ജനലക്ഷങ്ങൾ പരിശുദ്ധാത്മാവിൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ആരാധന, ആരാധന. ഇത് അനേകരെ കർത്താവ് തൊട്ട് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. സ്വീകരിച്ചു പ്രാർത്ഥിച്ച മക്കളെ, അത്ഭുത വിടുതലുകൾ, അത്ഭുത സൗഖ്യങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല ഹല ഹല. യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. അടുത്ത ആഴ്ചയിൽ കാലത്തിന് അടയാളങ്ങൾ എന്ന വചന പരമ്പരയിൽ ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെ അറിയിക്കുന്ന അടയാളമായി മതപീഡനത്തെ നമ്മൾ ധ്യാനിക്കുകയാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി എല്ലാവരും കടന്നു വരിക. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വ